എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ആധാറും പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാനുള്ള സമയപരിധി ജൂൺ 30-ന് അവസാനിച്ചിരുന്നു. എങ്കിലും ഫൈൻ അടച്ചവർക്ക് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴും നൽകുന്നുണ്ട്. ഈ അവസരം എന്നുവരെ ലഭിക്കുമെന്നും റെസിപ്റ്റ് ലഭിക്കാത്തവർക്ക് എങ്ങനെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നും കൂടാതെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെ പരിശോധിക്കുന്നത്. വിവിധങ്ങളായ ഓൺലൈൻ സേവനങ്ങൾ എങ്ങനെ ലളിതമായി പ്രോസസ്സ് ചെയ്യാം എന്ന് വിശകലനം ചെയ്യുന്ന വീഡിയോകളാണ് ചാനലിലുള്ളത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. 1000 രൂപ ഫൈൻ അടച്ചതിന് ശേഷവും ലിങ്ക് ആകാത്തവർക്ക്, മിസ്മാച്ച് കാണിക്കുന്നവർക്ക് ആ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ചെയ്തതിന് ശേഷം ലിങ്ക് ചെയ്യാനുള്ള അവസരം 1 മാസം കൂടി ഉണ്ട്. അത് നീട്ടുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് വിശകലനം ചെയ്യുന്ന 2 വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇൻസ്റ്റൻ്റായിട്ട് കറക്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ളവ ലിങ്കുകൾ കൊടുത്തിരിക്കാം. 1000 രൂപ ഫൈൻ അടച്ചതിന് ശേഷം റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് മുകളിൽ കാണുന്ന ഡൗൺലോഡ്സ് എന്ന ലിങ്ക് ഉപയോഗിച്ച് BSR കോഡും ഒക്കെ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് എപ്പോഴും ആ ലിങ്ക് വർക്ക് ചെയ്യണമെന്നില്ല. മുകളിൽ സ്ക്രോൾ ചെയ്യുന്നതിൽ ഇതൊക്കെ പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ താഴെയായി ഗ്രീവൻസ് എന്നൊരു ലിങ്കുണ്ട്. നമുക്ക് പരാതി സബ്മിറ്റ് ചെയ്യുവാനുള്ള ലിങ്കാണത്. പക്ഷേ അതും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇവയൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക തന്നെ വേണം. മുകളിൽ രജിസ്റ്റർ എന്നും ലോഗിൻ എന്നും 2 ബട്ടണുകൾ കാണാം. നമ്മളിവിടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പാൻ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുമ്പം തന്നെ അത് പറയുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ സാധിക്കൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്നോ ടാക്സ് അടയ്ക്കണമെന്നോ നിർബന്ധമില്ല. ഓരോ വർഷവും ബഡ്ജറ്റിനോടനുബന്ധിച്ച് ടാക്സ് സ്ലാബുകൾ പ്രഖ്യാപിക്കുന്നതാണ്. ആ പരിധിക്കുള്ളിൽ വരുന്നവർ മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതിയാകും. അതുകൊണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. രജിസ്റ്റർ ചെയ്യേണ്ടുന്നവർക്ക് രജിസ്റ്ററിൽ പ്രസ് ചെയ്ത് മുകളിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടാക്സ് പെയർ എനേബിൾ ചെയ്ത് പാൻ നമ്പർ കൊടുത്ത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന IS ബട്ടൺ എനേബിൾ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം വരുന്ന പേജിൽ നമ്മളുടെ ഗിവൺ നെയിമും ലാസ്റ്റ് നെയിമും സർനെയിമും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ഒക്കെ കൊടുത്ത് റെസിഡൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ഗിവൺ നെയിമും സർനെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ പാൻ കാർഡിൽ ഉള്ളതുപോലെ വരുവാനായിട്ട് മാറി മാറി കൊടുത്ത് നോക്കേണ്ടതായിട്ട് വരും നമ്മൾ. അതിനുശേഷം നമ്മൾ ആധാറിലേക്ക് വരുന്ന OTP ഒക്കെ കൊടുത്ത് ആൽഫ ന്യൂമറിക്കായിട്ടുള്ളൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. രജിസ്റ്റർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ലോഗിൻ ബട്ടൺ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തതിന് ശേഷം ആധാർ OTP ഉപയോഗിച്ച് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുവാനും സാധിക്കും. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ നമുക്ക് ലഭിക്കും. ഇവിടെ ഡൗൺലോഡ്സ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതല്ലെങ്കിൽ ഈ ഫയലിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ പേ ടാക്സ് എന്നൊരു ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വരുന്ന 2-3 ലിങ്കുകൾ നമുക്കവിടെ കാണാം. അതിൻ്റെ ഒടുവിലായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്നൊരു ലിങ്ക് കാണാം. ആ പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ പ്രസ് ചെയ്താൽ താഴെ നമ്മൾ നടത്തിയിട്ടുള്ള പേയ്മെൻറ്റുകളുടെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നതായിരിക്കും. 1000 രൂപ ഫൈൻ അടച്ചവർക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ 1000 രൂപ ഫൈൻ അടച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. അടച്ചിട്ടുള്ളവർക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ പ്രസ് ചെയ്ത് ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. ഇനി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് മുകളിൽ ഗ്രീവൻസ് എന്ന് കാണാം. അതിന് താഴെയായി തൊട്ട് താഴെ സബ്മിറ്റ് ഗ്രീവൻസും കാണാം. തൊട്ട് താഴെ വ്യൂ ഗ്രീവൻസ് സ്റ്റാറ്റസും നമുക്ക് പിന്നീട് അറിയുവാൻ സാധിക്കും. ഇവിടെ സ്റ്റാർട്ട് ഗ്രീവൻസിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ ലിങ്കുകൾ വരുന്നതാണ്. ഇവിടെ NSDL, UTI തുടങ്ങിയവയുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ AO അസസിംഗ് ഓഫീസർ സെലക്ട് ചെയ്തതിന് ശേഷം വരുന്ന ലിങ്കിൽ സെലക്ട് കാറ്റഗറിയിൽ പാൻ റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം സബ് കാറ്റഗറിയിൽ അവിടെ രജിസ്ട്രേഷൻ ഓഫ് ഡീആക്ടിവേറ്റഡ് പാൻസ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ ഗ്രീവൻസ് ഡിസ്ക്രിപ്ഷൻ എന്ന് കാണും. അവിടെ നിങ്ങളുടെ പരാതി എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ടുക താഴെ കാണുന്ന അപ്ലോഡ് അറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ള ലിങ്കിൽ JPG PDF ഫോർമാറ്റിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഫയലുകൾ, ചെലാൻ, പാൻ കാർഡ് തുടങ്ങിയ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള
സബ്മിറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ നമുക്ക് ഗ്രീവൻസ് സബ്മിറ്റ് ചെയ്യാനും സബ്മിറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ കാണിച്ചതുപോലെ അതിൻ്റെ സ്റ്റാറ്റസ് അറിയുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.